ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തല്ലോ കാക്കയൊന്നുമല്ല, ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് എന്താ പറയുക കടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കടി ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ടൈം ഏകദേശം 10 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ പണി നടന്നിട്ടില്ല. അതായത് എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. അപ്പം കാരണം ഞാൻ എണീറ്റാൽ ഇവൻ എണീറ്റ് വരും. അപ്പം ഞാൻ എന്തായാലും രണ്ട് കൽപ്പിച്ച് എണീറ്റ്, കാരണം ട്യൂഷൻ ഉണ്ട്. അപ്പോൾ എണീറ്റ് ഏതായാലും പിന്നെ ദോശ ഇടണം, ബാക്കി പണികളൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, കാരണം സ്റ്റോറേജ് കമ്മിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാല്ലേ. അപ്പം എൻ്റെ കുട്ടി എണീറ്റാൽ തന്നെ ആദ്യം പോയി ബാത്റൂമിലൊക്കെ പോയി മുഖം കഴുകി എന്താ പറയുക പല്ലൊക്കെ തേച്ചിട്ടാണ് പിന്നെ എൻ്റെ കൂടെ വരിക കേട്ടോ. അപ്പോൾ അതെങ്ങനെ ശീലമായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ കറി മാത്രം ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ എന്താ പറയുക കഴിക്കുന്നതിനനുസരിച്ച് ദോശ ചൂടോടെ കഴിക്കാമല്ലോ, അല്ല തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം കേട്ടോ. അതായത് ഇങ്ങനെ കറുമുറായിട്ട് അതിക്ക് ഇങ്ങനെ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറി ഇല്ലാതെ അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് പോവില്ല. കറി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക അത്യാവശ്യമൊക്കെ കഴിക്കും കേട്ടോ. അപ്പം 3 ദോശ എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ ദോശയായിട്ടാണ് 3 എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ 2 കഴിക്കുള്ളൂ. അതായത് നമ്മൾ അടുപ്പത്ത് ചൂടാണെങ്കിൽ നല്ല കട്ടിയിൽ നല്ല എണ്ണയിലൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത് നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഗ്യാസുമല്ലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചേ ഉള്ളൂ. അങ്ങനെ അതും ഒരു ഗ്ലാസ് പാലും. പാൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ചെറുക്കന് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലേശം എന്താ പറയുക രാവിലെ എനിക്കും കുടിക്കാനൊരു ഇത്. അപ്പോൾ ഇനി ഞാനും എനിക്കൊരു ഗ്ലാസ് ഉണ്ടാക്കിട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. നല്ലതല്ല എന്നാലും അങ്ങനെ ചാറ്റൽ മഴ പോലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു മഴ ചോർന്നതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മൾ എന്താ പറയുക റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ. റൂം ക്ലീൻ ചെയ്താൽ തന്നെ എൻ്റെ പകുതി പണി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുക കേട്ടോ. കാരണം അത്രയും ഇതുണ്ടാവും. കാരണം താഴെയും മുകളിലൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ താഴെ ഒരു ബെഡുണ്ട്, മുകളിലൊരു ബെഡും വെക്കും. അപ്പോൾ താഴത്തെ ബെഡ് അപ്പുറത്തെ റൂമിൽ കൊണ്ട് ഇടണം. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഉണ്ടാവും. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ തവണ ഞാൻ കൊടുത്തു കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഈ റെക്കോർഡ് ഓണാക്കി വെക്കുന്നില്ല. അവസാനമാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എത്ര ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ റെക്കോർഡ് ഓണല്ല. അയ്യോ, അപ്പോൾ ഇത് ആദ്യം തൊട്ട് ഞാൻ പറയുകയാണ്. എന്താ പറയുക, അല്ലെങ്കിൽ തന്നെ സമയം മാത്രമല്ല, അത് ചെറുക്കനും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സാധാ ഷോർട്സ് ഒന്നും ഞാൻ ഇടുന്നില്ല. നമ്മുടെ നോർമലായിട്ടുള്ള ജേണലിൻ്റെ ഒക്കെയാണ്. അതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. കാരണം കുറച്ച് എന്താ പറയുക ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക കുറച്ചധികമല്ല 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. നമ്മുടെ സാധാ ഷോർട്സും വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങാം ഇൻഷാ അള്ളാ. പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആയപ്പോൾ നമുക്ക് ട്യൂഷൻ എടുക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷൻ എടുത്തു. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ തോന്നുന്നു. കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട് പറഞ്ഞില്ല, അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതേ കറി വെച്ചു. കുമ്പളങ്ങയും അതേപോലെ പരിപ്പ് അങ്ങനെയൊക്കെ താളിച്ച് വെക്കൂലേ, അങ്ങനെ വെച്ചേട്ടോ. പിന്നെ നമ്മൾ അതിൽ മുട്ടയൊക്കെ എന്താണ് പൊരിച്ചത്, അത് മതി നമുക്ക്. അത്രേ ഉള്ളൂ. അല്ലാതെ ചിക്കനും മീനും തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ എൻ്റെ കെട്ടിനും അത് തന്നെ കേട്ടോ. എന്ത് കൊടുത്താലും അത് കഴിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ വൈകുന്നേരത്തിന് നമ്മൾ പലവയ്ക്കും അതേപോലെ പൂളയും വെക്കാമെന്ന് വിചാരിച്ചു. പൂള മീൻസ് കപ്പ, നമ്മുടെ ഇവിടെ അങ്ങനെയാണ് പറയുക. ചില ഭാഗത്ത് ഇത് എന്തൊക്കെയൊക്കെ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഇങ്ങനെയാണ് പറയുക കേട്ടോ. കപ്പയും എല്ലും കപ്പയും അല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മുടെ അവിടെ പൂള ഇറച്ചിയും അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ എന്താ പറയുക അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. കാരണം വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. എന്നാൽ പിന്നെ മറ്റേത് അരിയാനും കുത്താനൊക്കെ വൈകുന്നേരം പിന്നെയും നിൽക്കട്ടെ, അതൊരു പണിയല്ലേ. അപ്പോൾ അതിന് പേര് നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് ആ ടൈമിൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതേ പലവകയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പലവക അറിയാത്തവർക്ക് ഞാൻ ഏതോ ഒരു വീഡിയോ ഇങ്ങനെ വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ പലവക എന്ന് മീൻസ് നമ്മുടെ ഇവിടെയൊക്കെ എന്താ പറയുക ബീഫിൻ്റെ എന്താ പറയുക എന്തൊക്കെയൊക്കെയാണ് ലാസ്റ്റ് കിട്ടുന്ന എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ അതൊക്കെ
നമ്മളെടുത്ത് സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ തിരുമ്പാൻ പോയി, വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. ഞാനിപ്പോൾ കല്ലുമ്മക്ക് അധികം പോകാറില്ല, കാരണം മഴ പെയ്തുകൊണ്ട് ആകെ കാട് മൂടി കിടക്കുകയാണ്. സോ നമ്മൾ വാഷിംഗ് മെഷീനിലിടാൻ പോകും കേട്ടോ. കാരണം 2 ദിവസം കഴിയുമ്പോഴൊക്കെ നമുക്ക് തുണികളുണ്ടാവുള്ളൂ. ആകെ 2-3 പേര്, ചെറുക്കിൻ്റെ പിന്നെ കണക്കിൽ കൂട്ടാൻ പറ്റില്ല, എൻ്റെ കെട്ടിയോൻ്റെ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ തിരുമ്പുള്ളൂ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, വൈകുന്നേരം ആയപ്പോൾ കണ്ടില്ലേ നല്ല ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. പിന്നെ ഇനി നമ്മൾ എന്താ പറയുക, അടുക്കളയിലോട്ട് കയറി. അതിൻ്റെ മുമ്പ് നമ്മൾ തോന്നുന്നു എന്താ പറയുക, പൂളയൊക്കെ ഒന്ന് കപ്പയൊക്കെ ഒന്ന് വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് അടച്ചു വെച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ദേ വന്ന് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലും കപ്പയൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ കപ്പയാവണം. എനിക്ക് അങ്ങനെ വെന്ത് പോകുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ പല നാട്ടിലുള്ളവർ കാണുന്നുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ ഇവർക്കിത് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ അറിയാതെ വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കപ്പ നന്നായിട്ട് ഉടച്ച് സെറ്റാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ചെറുക്കിനവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അവന് മഴയാണെങ്കിൽ നല്ല ഉറക്കമുണ്ടാവും കേട്ടോ ഉച്ചയ്ക്ക്. ഇല്ലെങ്കിൽ പിന്നെ കളിച്ച് അങ്ങനെ നടക്കും. ചൂടാണെങ്കിൽ, മഴയാണെങ്കിൽ നല്ല തണുപ്പല്ലേ, അപ്പോൾ അവൻ നല്ല സുഖത്തിൽ ഉറങ്ങുമായിരുന്നു. ഞാനും കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അവനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. എന്തോ ഒരു നല്ലതിലല്ല എണീറ്റിട്ടുണ്ടായിരുന്നത്. ചില ദിവസം നല്ലതിലായിരിക്കും, ചില ദിവസം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് എണീക്കുക എൻ്റെ കുട്ടി. അങ്ങനെ കുറച്ച് നേരം അവനോട് ഓരോ വർത്തമാനം ഇങ്ങനെ പറഞ്ഞു. കാരണം അവനിപ്പോഴും സംസാരിക്കാൻ തുടങ്ങുന്നില്ല, 2.5 വയസ്സായി. അവനെപ്പോഴും ചെറിയ എന്നാലും കാക്ക അങ്ങനെ കരുതിയിട്ട വാക്കുകളൊക്കെ അവൻ പറയും. ഇപ്പോൾ ഏകദേശം എന്താന്നൊക്കെ ചോദിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവനിങ്ങനെ തുടങ്ങുന്നുള്ളൂ, ആക്കം പോലെ. അവൻ്റെ എല്ലാം നേരം വൈകിയിട്ടാണ്. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും തന്നെയാണ് പറഞ്ഞത് കുറച്ച് വൈകിയിട്ടായി. അങ്ങനത്തെ നമ്മൾ എല്ലും കപ്പയൊക്കെ കഴിച്ച് വയറ് നിറച്ചു കേട്ടോ. അപ്പോൾ കിടത്തി വിളിച്ച് കാണും വരെ. ഇപ്പോൾ